എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് എനിക്ക് PSCയുടെ പരീക്ഷയുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും ഞാൻ ഭയങ്കര പഠിത്തമാണെന്ന്, PSCക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കും. അങ്ങനെയൊന്നുമില്ല. എനിക്ക് സമയം കിട്ടുന്ന പോലെ എക്സാമിൻ്റെ സമയമൊക്കെ ആകുമ്പോഴത്തേനും ഉള്ളൊരു പഠിത്തവും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ എനിക്ക്. അതല്ലാതെ നമ്മുടെ കുട്ടികൾക്ക് ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പഠിപ്പിക്കുന്നതിൻ്റെയും ട്യൂഷൻ എടുക്കുന്നതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിലൊക്കെയാണ് ഞാൻ ഈ ഒരു മത്സര പരീക്ഷകളൊക്കെ എഴുതുന്നത്. അപ്പം ഞാൻ PSCയുടെ പരീക്ഷ ആകുന്ന ആ ഒരു ഹോൾ ടിക്കറ്റൊക്കെ വരുന്ന സമയമാകുമ്പോഴത്തേനും എക്സാം എന്നാന്ന് നോക്കിയിട്ട് ആ ഒരാഴ്ചത്തേക്കുള്ള പഠിത്തവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എക്സാമിൻ്റെ തലേദിവസം പഠിക്കുന്ന ഒരാളൊക്കെയാണ് ഞാൻ. അപ്പോൾ അങ്ങനെ PSCക്ക് വേണ്ടിയിട്ട് ഭയങ്കര പഠിത്തവും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശനിയാഴ്ചയാണ്. അപ്പോൾ ശനിയാഴ്ച ഉച്ചയ്ക്കാണ്, ഒരു 1:30 ആകുമ്പോൾ തന്നെ എക്സാം. അപ്പോൾ എനിക്കൊരു 12 കാലമൊക്കെ ആകുമ്പോഴത്തേനും വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി, കാരണം വീടിനടുത്താണ് എക്സാം സെൻറ്റർ. അപ്പോൾ അങ്ങനെ ഓരോന്നൊക്കെ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യുന്ന കാഴ്ചയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് എക്സാം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറക്കോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. തലേദിവസിരുന്ന് എക്സാമിൻ്റെ തലേദിവസിരുന്ന് ഭയങ്കര പഠിത്തമായിരിക്കും. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയാണ്. തലേദിവസിരുന്ന് പഠിച്ചാലാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ തലയിലോട്ട് കയറുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റേതായിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ വെച്ച് ഓരോ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഹായ്, അപ്പോൾ ഞാൻ PSCയുടെ പരീക്ഷയ്ക്ക് പോവാണ്. ഇതിൽ കാര്യമായിട്ടുള്ള രീതിയിൽ നോക്കിയിട്ടൊന്നുമില്ല. പിന്നെ നമ്മുടെ ഒരു കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നുള്ളൊരു രീതിയാണ്. നമ്മളിപ്പോൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന കൂട്ടത്തിലാണെങ്കിലും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ നമുക്ക് എന്താണ് ദൈവം വിധിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇങ്ങനെയുള്ള എക്സാമുകളൊക്കെ എഴുതാനായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും ഇല്ലേ കിട്ടുന്നതൊക്കെ. അപ്പോൾ നമ്മൾ പരിശ്രമിക്കുക മാക്സിമം. കിട്ടുകയോ കിട്ടാതിരിക്കുകയോ നമ്മുടെ പരിശ്രമമാണ് എല്ലാത്തിൻ്റെയും ഒരു വിജയം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ഇങ്ങനെയുള്ള എക്സാമുകളൊക്കെ എഴുതുന്നുണ്ട്. കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ളത്. നമുക്ക് എത്ര നാളാണെങ്കിലും ഒരു ഗവൺമെൻറ് ജോലിയാണല്ലോ എല്ലാവരും സ്വപ്നം കാണുന്നത്. അപ്പോൾ എന്തായാലും പോവുകയാണ്. ഇപ്പോൾ തന്നെ സമയം 12:15 ആയിട്ടുണ്ട്. 1:30 ആകുമ്പോഴത്തേക്കും നമുക്കവിടെ ചെല്ലണം. എനിക്കിവിടെ അടുത്താണ്, മുത്തൂലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എക്സാം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ. അച്ഛൻ വെയിറ്റിംഗ് ആണ്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി എക്സാമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് കാണാം. അങ്ങനെ എക്സാം സെൻറ്ററിൽ എത്തി കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു 12:45 1 മണി ആ ഒരു ടൈമൊക്കെ ആയപ്പോഴേക്ക് എത്തിയായിരുന്നു. അപ്പം ഞാൻ പിന്നെ ഇരുന്ന് കാറിലിരുന്നിട്ട് പഠിത്തം കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിലാണ് അച്ഛൻ എന്നെ കാണിക്കുക. എൻ്റെ കൂടെ അച്ഛനാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛൻ എന്നെ കാണിച്ചു, ദേ കൊച്ചേ നോക്ക്, കല്യാണം കഴിഞ്ഞിട്ടൊരു ചെറുക്കനും പെണ്ണും ഒക്കെ പരീക്ഷ എഴുതാൻ വേണ്ടി വന്നിരിക്കുന്നത് കണ്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ന്യൂസിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ ഉടനെ വധു PSC പരീക്ഷ എഴുതാനായിട്ട് വന്നു എന്നൊക്കെ ഉള്ള രീതി. പക്ഷേ ആദ്യമായിട്ടാണ് കേട്ടോ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞിട്ടൊരു അപ്പം തന്നെ ഒരു പെണ്ണും ചെറുക്കനൂടെ PSC പരീക്ഷ. എനിക്ക് തോന്നുന്നു പെൺകുട്ടിക്കാന്ന് തോന്നുന്നു പരീക്ഷ. അപ്പോൾ അത് PSC പരീക്ഷ എഴുതാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കൂൾ കേട്ടോ. അങ്ങനെ എക്സാം എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ കുറേ കടയിലൊക്കെ കയറി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ അങ്ങനെ ഞാനും അച്ഛനും കൂടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു വെച്ചാൽ എത്രമാത്രം പഠിച്ചെന്ന് പറഞ്ഞാലും അറിയാവുന്ന ആൻസേഴ്സ് ആണെങ്കിലും ഞാൻ എക്സാം സമയത്ത് ചിലപ്പോൾ തെറ്റിച്ച് കളയാറുണ്ട്. എന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് വീട്ടിൽ വന്നിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ട്രിക്കോ കാര്യങ്ങളൊക്കെ ഇരുന്നിട്ട് ഓർത്തിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ പരീക്ഷയ്ക്ക് പോകുന്നു. പക്ഷേ ആ സമയമാകുമ്പോഴത്തേനും ചിലപ്പോൾ എനിക്ക് മറവി സംഭവിക്കും. എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലെത്തി കേട്ടോ. അയ്യോ, അങ്ങോട്ട് പോയപ്പോൾ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും കുപ്പിയായിട്ടും ബാഗായിട്ടും സാധനമായിട്ടൊക്കെ കുറേ സാധനങ്ങളുണ്ട്. അപ്പം അടുത്തു. അപ്പോൾ അങ്ങനെ വീട്ടിലെത്തി. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് പണിയാണ് കേട്ടോ. ഞാൻ പിള്ളേരെ പഠിപ്പിക്കുകയാണ്, കാരണം ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കും. വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ട്യൂഷനിലോട്ട് കയറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നത്. താങ്ക് യു.